ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളിലേക്ക് നീങ്ങാനുള്ള സാധ്യതയും ഒട്ടും തന്നെ തള്ളിക്കളയാനാവില്ല. നിലവിൽ നമുക്ക് ഇപ്പോൾ സൂചനകളെല്ലാം തന്നെ വ്യക്തമാക്കുന്നത്, ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങളിൽ നിന്നെല്ലാം തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് വലിയ തോതിലുള്ള ഈ അപകടത്തിൻ്റെ ഒരു വ്യാപ്തി. ഇപ്പോൾ BJP നേതാവ് ടോം വടക്കൻ കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ ടോം വടക്കൻ, അങ്ങേക്ക് തമിഴ്നാടിൻ്റെ ഒരു ചുമതല കൂടിയുണ്ട്. രാഷ്ട്രീയം എന്നതിനേക്കാൾ അപ്പുറത്ത് ഇത് ഇപ്പോൾ ഒരു മഹാദുരന്തമായി പരിണമിച്ചിരിക്കുകയാണ് കരൂരിലെ വിജയുടെ റാലി. എങ്ങനെയാണ് ഈ സംഭവത്തെ അങ്ങ് കാണുന്നത്? ഞാൻ ആദ്യം ഈ ഫാമിലി മെമ്പേഴ്സിന് എൻ്റെ കണ്ടോളൻസ് മെസ്സേജാണ്. കാരണം ഇങ്ങനത്തെ ഒരു ദുരന്തം രാഷ്ട്രീയത്തിൽ ഞാൻ കണ്ടിട്ടില്ല എൻ്റെ സമയത്ത് എങ്കിലും. ഇത് ഒരു പൊളിറ്റിക്കൽ റാലി എന്ന് പറയുമ്പോൾ ഇത് പൊളിറ്റിക്കൽ റാലി അല്ല, ഇത് കൊലപാതകമാണ് നടന്നിരിക്കുന്നത്. ഇതിനു മുമ്പ് നമുക്ക് കാണാൻ പറ്റിയത് ഇയാളുടെ റാലിയിൽ ഇയാളുടെ ബോഡി ഗാർഡ്സ് ആൾക്കാരെ തള്ളി താഴ്ത്ത് ഇടുന്ന സീനുകളാണ് നമ്മൾ ടെലിവിഷൻ ചാനൽസിലൊക്കെ കണ്ടത്. അങ്ങനത്തെ റിപ്പോർട്ടും ഇതിൽ മുമ്പ് പല പ്രശ്നങ്ങളുണ്ടായ ഒരു വ്യക്തി ഒരു റാലി ഓർഗനൈസ് ചെയ്യുമ്പോൾ അതിന്റെ മാനേജ്മെന്റ് അയാൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് എന്താ ചെയ്യുന്നത് ഈ വിഷയത്തിൽ? അൾട്ടിമേറ്റ്ലി സ്റ്റേറ്റ് ഗവൺമെന്റ് റെസ്പോൺസിബിലിറ്റി ഉണ്ടല്ലോ ഇതില്. കാരണം അവര് പറയുന്ന ഞങ്ങളിപ്പോ അവർക്ക് പെർമിഷൻ കൊടുത്തില്ലെങ്കിൽ അത് പിന്നെ ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആവും. ഇത് എമോഷണൽ ഇഷ്യൂസ് അല്ല, ഇത് ജനങ്ങളുടെ ജീവിതത്തിന്റെ ഇഷ്യൂസ് ആണ്. കുട്ടികളാണ്, സ്ത്രീകളാണ്. 31 ഫിഗറായിരുന്നു ഞാൻ നാഷണൽ ചാനലിൽ കണ്ടത്. 31 ആൾ മരിക്കണമെങ്കിൽ എന്തോരം കംപ്ലീറ്റ് കെയർലെസ്നെസ് ആണ് വിജയ് ചെയ്യുന്നത്. അതൊന്ന്, അയാളെ ഇമ്മീഡിയറ്റ്ലി അറസ്റ്റ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനാണ്. സെക്കൻഡ്, ഇതിൽ പങ്കാളിയായിട്ട് DMK ഗവൺമെന്റ് പറയുന്നത് ഞങ്ങൾ ചെയ്യാൻ ഞങ്ങൾ പെർമിഷൻ കൊടുത്തില്ല. പെർമിഷൻ കൊടുക്കാതെ ഇരിക്കല്ല, പോലീസ് ആക്ഷനാണ് വേണ്ടത്. ഇങ്ങനത്തെ ഇത്ര ആൾക്കാർ വരുമ്പോ അവർ ബ്ലോക്ക് ചെയ്യണം. അതൊന്നും ചെയ്യാതെ വിജയ് മാത്രം ബ്ലോക്ക് ചെയ്താൽ പോരാ. ഇതിൽ രണ്ട് പാർട്ടിക്കും റെസ്പോൺസിബിലിറ്റി ഉണ്ട്. റാലി ഓർഗനൈസേഴ്സും അതിലുമുപരി സ്റ്റേറ്റ് ഗവൺമെന്റും. പോലീസ് എന്ത് ചെയ്യായിരുന്നു? ആംബുലൻസസ് എവിടെയായിരുന്നു? ഇതൊക്കെ പ്രശ്നങ്ങളാണ് നമ്മൾ ചോദിക്കുന്നത്. പൊളിറ്റിക്കൽ റാലീസ് ആയിക്കോട്ടെ, പക്ഷെ അത് മാനേജ് ചെയ്യാൻ പറ്റാത്ത ഒരു പൊളിറ്റീഷ്യൻ വരുമ്പോ ഇത് ലൈഫ് ആൻഡ് ഡെത്ത് സിറ്റുവേഷൻസ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഞാൻ എന്റെ അറിവിൽ ഉണ്ടായിട്ടില്ല. ഒരു റാലിയിൽ ഇത്ര മരണങ്ങൾ. ഇയാളുടെ പൊളിറ്റിക്കൽ ഫ്യൂച്ചർ എന്താവും എനിക്ക് പറയാൻ പറ്റില്ല. തമിഴ്നാട്ടിൽ എളുകും. ഈ വിഷയം അങ്ങനെ മാറിപ്പോകുന്ന ഒരു വിഷയമല്ല. അപ്പോൾ ഇതിൽ സ്റ്റേറ്റ് ഗവൺമെന്റും വിജയും റെസ്പോൺസിബിൾ ആണ്. പച്ചയ്ക്ക് പറഞ്ഞാൽ ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ തമിഴ്നാട്ടിൽ ഞാൻ കേട്ടിട്ടുണ്ട് ഡിസ്റ്റർബ്ഡ് ആണെന്നും. പക്ഷെ ഇത് ഒരു പ്രത്യേക ഒരു സിറ്റുവേഷൻ ആണ്. ഇതിനെപ്പറ്റി ഞാൻ പൊളിറ്റിസൈസ് ചെയ്യാൻ ഉദ്ദേശിച്ചില്ല. കാരണം ഇത്ര 31 ആളുടെ മരണം കഴിഞ്ഞിരിക്കുന്നു. അതിലുമുപരി ഹോസ്പിറ്റലിലെ ഫിഗേഴ്സ് ഒന്നും വേറെ. ഈ പോക്ക് പോകണമെങ്കിൽ 50 ടച്ച് ചെയ്യും എന്നാണ് എൻ്റെ അസസ്മെന്റ്. ഇത് ആബ്സല്യൂട്ട്ലി അൺഅക്സെപ്റ്റബിൾ ആണ്. ജനങ്ങൾ റിയാക്ട് ചെയ്യും. ഇത് സിനിമാ നടനായാലും ഏത് നടനായാലും ഇത് ഇത്ര വലിയൊരു റാലി നടത്തുമ്പോൾ ലോക്കൽ പോലീസ് എന്താ ചെയ്തിരുന്നേ? ലോക്കൽ ഇന്റലിജൻസ് എന്താ ചെയ്തിരുന്നേ? അവർക്ക് ഇൻഫർമേഷൻ ഉണ്ടായിരുന്നില്ലേ? ഇന്റലിജൻസ് ഫെയിലിയർ ആണോ? ഇത്ര ക്രൗഡ് വരുമ്പോൾ ഇത്ര ചെറിയൊരു ലൊക്കേഷനിൽ ഇത്ര അപകടം സംഭവിക്കുന്ന പ്രെഡിക്റ്റബിലിറ്റി ഉണ്ടായിരുന്നില്ലേ? ഇത് സ്റ്റാലിൻ ഗവൺമെന്റും വിജയും രണ്ടുപേരും റെസ്പോൺസിബിൾ ആണ് ഈ വിഷയത്തിൽ. അതാണ് ഈ ഘട്ടത്തിൽ എത്താവുന്ന നിഗമനം. വിജയുടെ പാർട്ടിയും ഒപ്പം DMKയും ഈ ദുരന്തത്തിന് ഉത്തരവാദികളാണ് എന്നത് തന്നെയാണ് ഈ ഘട്ടത്തിൽ പറഞ്ഞു പോകേണ്ടത്. വളരെയധികം നന്ദി ശ്രീ ടോം വടക്കൻ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. ഒരു ഇടവേള എടുത്ത ശേഷം ഇതേ വാർത്തയിലേക്കും ദൃശ്യങ്ങളിലേക്കും മടങ്ങിയെത്താം. നിങ്ങളുടെ മക്കൾക്ക് വിവാഹാലോചന നോക്കുന്നുണ്ടോ? എങ്കിൽ ഈഴവ